ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അതായത് വാദി പ്രതിയാകുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു പോലീസുകാരുടെ എടുക്കുന്നത്. പിന്നെ എന്നോട് എൻ്റെ ജാതി ചോദിക്കുക. നമുക്ക് ചുറ്റും വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസങ്ങളിലും ഈ ഒരു വാർത്തകൾ, തട്ടിപ്പിന്റെ വാർത്തകൾ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ കോട്ടയം കുറിച്ചിയിൽ നിന്നും ഒരു തട്ടിപ്പിന്റെ വാർത്തയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുറിച്ചി സ്വദേശിയായ യുവാവിന്റെ പക്കൽ നിന്നും മണിമല സ്വദേശിയായ ബിഷപ്പ് 2.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചിങ്ങവനം പോലീസ് ഈ മണിമല സ്വദേശിയായ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കുറിച്ചി സ്വദേശിയിൽ നിന്നും 2.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ മണിമല സ്വദേശിയായ ബിഷപ്പ് പോലീസ് പിടിയിലായി. മണിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോയെയാണ് ചിങ്ങവനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ VS അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുമ്പ് മറ്റൊരു സഭയിൽ വൈദികനായിരുന്ന പ്രതി സ്വന്തമായി സഭ രൂപീകരിച്ച് വൈദിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടെ കോട്ടയം കുറിച്ചി സ്വദേശിയിൽ നിന്നും അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ 2.5 ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്തു. ഈ പണം തിരികെ ലഭിക്കുകയോ അമേരിക്കൻ വിസ ലഭിക്കുകയോ ചെയ്യാതെ വന്നതോടെ കുറിച്ചി സ്വദേശി പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നും പരാതിക്കാരൻ സന്തോഷ് പി ചാക്കോയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഇതനുസരിച്ച് സന്തോഷ് പി ചാക്കോ കുറിച്ചി ഭാഗത്തെത്തി. ഈ സമയം സന്തോഷിനെ ചിങ്ങവനം സ്റ്റേഷൻ ഓഫീസർ ഇൻസ്പെക്ടർ VS അനിൽകുമാറിന്റെയും SI വിഷ്ണുവിന്റെയും നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏപ്രിൽ ഒരു 20-ാം തീയതിക്ക് ശേഷമാണ് ആളെ, ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നത്. ഈ കോട്ടയത്ത് ബേക്കറി ജംഗ്ഷനിൽ വെച്ചാണ് കണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ US അല്ലെ കാനഡ എന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ സാലറി വാഗ്ദാനം ചെയ്താണ്. 12 ലക്ഷം രൂപയാണ് മൊത്തം ചെലവ് പറഞ്ഞിരുന്നത്. 12 ലക്ഷം രൂപയിൽ ആദ്യം ഇവിടുന്ന് പോകുന്നതിന് മുന്നേ 6 ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞു. ഏപ്രിൽ 20-ന് ശേഷം മെയ് 3-ാം തീയതി പാസ്പോർട്ട് ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. അന്ന് നമ്മുടെ സിമെൻറ്റ് കവലയിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വാങ്ങി. അത് മെയ് 3-ാം തീയതി തൊട്ട് പലപ്പോഴായിട്ട് അക്കൗണ്ടിൽ നിന്ന് ഞാൻ 75,000, 90,000 അങ്ങനെ പല എമൗണ്ടുകളായിട്ട് 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഒരു മാസമായിട്ടും വേറെ നമുക്ക് ഇത് പോകുന്നതിൻ്റെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതായത് പണം അടച്ചെന്ന് പറഞ്ഞ റെസിപ്റ്റ് ചോദിച്ചു, അത് കിട്ടുന്നില്ല. പിന്നെ ഓൺലൈൻ സ്ക്രീൻഷോട്ട് ചോദിച്ചു, അതൊന്നും തരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ US പോകണമെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം. പിന്നെ ബയോമെട്രിക്സ്, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ചോദിക്കുമ്പോഴെല്ലാം നാളെയാകും അങ്ങനെ പറഞ്ഞ് നമ്മളെ ഒരു മാസത്തോളം ഇട്ട് വലിപ്പിച്ചു. അതിനുശേഷം ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരൂടെ ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്തു. ഇപ്പോൾ എൻക്വയറി ചെയ്തപ്പോഴത്തേന് നമുക്ക് വേറെ പല ജില്ലകളിലായിട്ട് പുള്ളിയുടെ കുറേ ഫോട്ടോസൊക്കെ കിട്ടി. അതായത് ഫ്രോഡാണെന്നുള്ള രീതിയിലുള്ള ഫോട്ടോസ് കിട്ടി. അപ്പോൾ നമ്മൾ പുള്ളിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് പുള്ളിയുടെ അഡ്രസ്സ് എടുത്തു. ആ അഡ്രസ്സ് എടുത്തപ്പോൾ മണിമലയിലാണ് വീടെന്ന് അറിഞ്ഞു. മണിമലയിൽ സ്റ്റേഷനിൽ നമ്മുടെ ഒരു സുഹൃത്ത് മുഖേന, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു രാജേഷ് എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ മുഖേന അവിടുത്തെ സ്റ്റേഷനിൽ നമ്മൾ എൻക്വയറി ചെയ്തപ്പോഴത്തേന് അവിടെ നിരവധി കംപ്ലൈൻറ്റുകൾ, പരാതികൾ, കേസുകളല്ല പരാതികളുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. പിന്നെ നമ്മൾ ആൾ ബാക്കി തുക 3 ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം ഇതറിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ അന്വേഷിച്ച് പാമ്പാടി സ്റ്റേഷനിലൊക്കെ തിരക്കിയപ്പോഴത്തേന് കൂടുതൽ കേസുകളുണ്ടെന്ന് അറിഞ്ഞു. അപ്പം നമ്മൾ തട്ടിപ്പിന് ഇരയായെന്ന് കൺഫേം ചെയ്തു. അപ്പം ആൾ എൻ്റെ നിന്നുള്ള ബാലൻസ് 3 ലക്ഷം രൂപയും കൂടെ തുക ആവശ്യപ്പെട്ടു. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലോ കാര്യങ്ങളോ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ വഞ്ചിക്കപ്പെട്ടെന്ന് 100% ഉറപ്പിച്ചു. ശേഷം എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലുള്ള പൊതുപ്രവർത്തകരെയും പിന്നെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കാര്യം അറിയിച്ചു. അവരെല്ലാം വന്നു. കൈയോടെ തന്നെ നമ്മൾ പോലീസിൽ വിവരം അറിയിച്ച് ആളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്നിപ്പോൾ അത് കേസ് ചാർജ് ചെയ്തു പുള്ളിയെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. ഇത് കൂടുതലും പുള്ളി പള്ളി കേന്ദ്രീകരിച്ചാണ് ആളെ ക്യാൻവാസ് ചെയ്യുന്നത്. അതായത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആള് ഈ ചർച്ചയ്ക്കായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഒരു ദൈവവിശ്വാസിയാണ്. അപ്പം പുള്ളി ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അപ്പം ആ ആളാണ് എൻ്റെ സുഹൃത്തിനോട് ഇത് പറയുന്നത്. അപ്പം അവൻ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ആൾക്ക് എൻ്റെ നമ്പർ കൊടുത്തു, ആളെന്നെ വിളിച്ചു. അങ്ങനെ ആളെ നേരിൽ കണ്ട് പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. പോലീസ് നമ്മുടെ വീട്ടിൽ വന്നപ്പം തന്നെ അവരൊരു നെഗറ്റീവ് ഇതായിരുന്നു. അതായത് മണിമലയിലും പാമ്പാടിയിലും ഒക്കെ വിളിച്ചു ചോദിച്ചിട്ട് അവിടാണ് കേസ്, ഇത് ചിങ്ങവനത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ആ രാത്രി തന്നെ 10 മണിക്ക് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവർ അതിൻ്റെ ഒരു റിട്ടേൺ റിക്വസ്റ്റ് മേടിച്ചു. പക്ഷെ അപ്പോൾ അവർ കേസ് ചാർജ് ചെയ്തില്ല. അതിനുശേഷം രാവിലെ വന്നിട്ട്
വീട്ടിൽ നിന്ന് കൊണ്ടുപോയെന്ന് ഉള്ള രീതിയിൽ കേസ് എടുക്കാതെ രാവിലെ ഞാൻ അവിടെ വന്ന് പരാതിപ്പെടുന്ന രീതിയിൽ അങ്ങനെ കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ചു. പിന്നെ അങ്ങനെ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണ്, അതായത് വാദി പ്രതിയാകുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു പോലീസുകാരുടെ എടുക്കുന്നതെന്ന്. പിന്നെ എന്നോട് എൻ്റെ ജാതി ചോദിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളും. പിന്നെ നമ്മൾ കുറേ മെയിലിലൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ കുറേ ആളുകൾ ഇടപെട്ട ശേഷം ഒരു സിജു സൈമൺ അങ്ങനെ ഒരു പേരുള്ള ഒരു സാറ് വന്നു. പുള്ളി മാന്യമായിട്ട് എന്നോട് ഇടപെട്ടു. ആ കേസ് പുള്ളി തന്നെ ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുമായിരുന്നു, അതായത് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ. ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ മുഖേന ഈ സുനിൽ എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂരുകാരനാണ്. പുള്ളി 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ 2 മാസമായി ഇതുവരെ ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ 5 ലക്ഷം രൂപ ഇപ്പോൾ നഷ്ടപ്പെട്ട് ഒരവസ്ഥയാണ്. പിന്നെ പുള്ളി മുഖാന്തരം തിരുവനന്തപുരം, എറണാകുളം അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഇന്ന് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒന്നും കേസൊന്നും ആ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടില്ല. അവരൊക്കെ അവരുടെ സ്വന്തം സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാം 2 ലക്ഷം 4 ലക്ഷം അങ്ങനെ പല എമൗണ്ടുകളായിട്ട് പുള്ളി പൈസ വാങ്ങിയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ചേട്ടൻ്റെ ടോട്ടൽ ഇത്ര ലക്ഷം രൂപയുടെ കേസ് ഓൾറെഡി പുള്ളി മണിമല സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് ആ 1 വർഷമായിട്ട് ഇതുവരെ പുള്ളിയുടെ പണം തിരികെ നൽകിയിട്ടില്ല. അതായത് മണിമലയിലും പാമ്പാടിയിലും 2 സ്റ്റേഷനിലും പുള്ളിക്കെതിരെ നിരവധി പരാതികളുണ്ട്. പോലീസ് കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുമായിരുന്നെങ്കിൽ പല ആൾക്കാരും ഇതിനകത്ത് വഞ്ചിക്കപ്പെടത്തില്ല. 6-7 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ 6-7 ബാങ്ക് അക്കൗണ്ടുകളും പുള്ളിയുടെ ഇപ്പോഴും നിലവിൽ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇപ്പോഴും പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പോലീസ് ചെയ്യേണ്ട ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നിരപരാധികളായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാർ ഇതിലേക്ക് പിന്നെ പെട്ടുപോകത്തില്ലായിരുന്നു.